പാസ്പോർട്ടിൽ ഒരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ആ അമേരിക്കൻ വിസയ്ക്ക് ഈ ഒരു ഫുള്ള് പാസ്പോർട്ടിനെയും കാട്ടി വില ഉണ്ട്. ഇനിയാണ് കഥ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട്, യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ലേ എന്ന് ചോദിച്ചാൽ, ഒരു പാസ്പോർട്ടിൻ്റെ വില നിർണ്ണയിക്കുന്നത് ആരാണ്, ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഈ വിഷയം എന്ന് പറഞ്ഞുതരാം. ഒരു പാസ്പോർട്ടിൻ്റെ വില എവിടെയാണ് നിർണ്ണയിക്കുന്നത്, ഇതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മാനദണ്ഡം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ വില എന്നുള്ളതിരിക്കുന്നത് ഈ പാസ്പോർട്ട് വെച്ച് വിസയില്ലാതെ നമുക്ക് എത്ര രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാം എന്നുള്ളതിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ പാസ്പോർട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിസ വേണ്ട, ഒരു രാജ്യത്തിലേക്ക് പോകാം. ഉദാഹരണത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് നമുക്ക് നേപ്പാളിൽ പോകാം, വിസ വേണ്ട. അങ്ങനെ 62 രാജ്യങ്ങളിൽ, ഈ ലോകത്ത് 200 രാജ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. 62 രാജ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല, സത്യം അതാണ്. ഇപ്പം നിലവിൽ 62ഓളം രാജ്യങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. അതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ടിന് അത്ര വിലയില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. 62 രാജ്യങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാം. പിന്നെ പ്രധാനമായിട്ട് ഇവർ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ പാസ്പോർട്ടിനെക്കാട്ടിലും വിലയുള്ള സാധനമാണ് അമേരിക്കൻ വിസ. അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിസ മാത്രം മതി, ഇന്ത്യൻ പാസ്പോർട്ടിനൊന്നും അവിടെ ഒരു വിലയില്ല. അമേരിക്കൻ വിസ വെച്ച് നമുക്ക് ഏത് രാജ്യത്ത് വേണോ ചുമ്മാ ചെന്ന് കയറാം എന്നൊക്കെയാണ് വിറ്റകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് സംഭവം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കൊല്ലമായി? നിൻ്റെ അടുത്താണ് സുഡാപ്പി. എത്ര കൊല്ലമായി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70-ലധികം വർഷമായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേസമയം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കൊല്ലമായി? 170 വർഷമായി. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക അവിടെ സ്വാതന്ത്ര്യം നേടിയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്ത് അമേരിക്ക എവിടെ നിൽക്കുകയായിരുന്നു?